ഷോൺ തുടരാം. അങ്ങനെ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ എനിക്കെതിരെ, ഞാൻ വൈസ് ചെയർമാനായിട്ടുള്ള മീനച്ചിലീസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, കേരളത്തിലെ ഇന്ന് മാന്യമായി നടക്കുന്ന അപൂർവം ചില സ്ഥാപനങ്ങളിലൊന്നാണ് മീനച്ചിലീസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അതിനെതിരെ 66 എൻക്വയറി, അത് ഞാൻ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചു. അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ് കോപ്പറേറ്റീവ് വിജിലൻസ് എന്ന് പറഞ്ഞ ആരോ ഒരാൾ വന്ന് അവിടെ കയറുന്നു, ബഹളം ഉണ്ടാക്കുന്നു, പത്രവാർത്ത കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അതിന് ഞാൻ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചു. ഇതെല്ലാം മേടിച്ചപ്പോൾ അടുത്തത് എനിക്കെതിരെ എക്കണോമിക്സ് ക്രൈംസ് ഡിപ്പാർട്ട്മെന്റ് ഷോൺ ജോർജ് അഴിമതി കാണിച്ചു എന്ന് അന്വേഷിച്ചുകൊണ്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റ്, അതിന് ഞാൻ ഹൈക്കോടതിയിൽ സ്റ്റേ മേടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരു പൊതുപ്രവർത്തകനായ ഒരു ജനപ്രതിനിധിയായ എൻ്റെ അവസ്ഥ എങ്ങനെ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഒരാൾ മിണ്ടാൻ തയ്യാറാവും? അൻവർ ഇപ്പം തന്നെ പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരുവിലിറങ്ങി ബഹളം വെക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ എൻ്റെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥ, അപ്പം ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി കണ്ടു ഈ ജാഥയ്ക്ക് ഇപ്പോഴും പിണറായി വിജയന് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ. ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന ഒരാളല്ല, നല്ല സഖാക്കന്മാരെ സഖാവെന്ന് മനസ്സിൽ തൊട്ട് വിളിക്കുന്ന ഒരാൾ. കാരണം അത്രയും വലിയ സേവനം സമൂഹത്തിന് വേണ്ടി ചെയ്ത നല്ല സഖാക്കൾ ഇപ്പോഴും ഈ നാട്ടിലുണ്ട്. അവരാരും റോഡിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് ഇറങ്ങിയല്ല. പക്ഷേ ഞാൻ ഈ പ്രകടനം വന്നപ്പോൾ എല്ലാം കൂടെ ഒരു 50-60 പേരുണ്ട്. ഞാൻ ഇപ്പോഴും ഓർത്തു, ഈ 50-60 പേര് ഇപ്പോഴും ഈ പാർട്ടിക്കുണ്ടോ? ഞാൻ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞാൻ ഗ്ലാസ് താത്ത പ്രകടനത്തിലേക്കൊന്ന് നോക്കി. ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലോക്കൽ കമ്മിറ്റിയുടെ 3-4 പേര്, ഏരിയ കമ്മിറ്റിയുടെ 3-4 പ്രധാനപ്പെട്ട നേതാക്കൾ കഴിഞ്ഞാൽ പുറകിലുള്ളത് മുഴുവൻ ഗുണ്ടകളും കഞ്ചാവും കള്ളും അതുപോലെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട തട്ടിപ്പുകാരുമാണ്. ഇവർക്കെല്ലാം ഈ പാർട്ടിയിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പുതിയ തലമുറ എന്ന് പറയുന്നത് നാട്ടിലെ തട്ടിപ്പുകാരുടെ ഒരു കൂട്ടവും കൊള്ളക്കാരുടെ ഒരു കൂട്ടവും കഞ്ചാവുകാരുടെ ഒരു കൂട്ടവും ഒക്കെ ആയി മാറിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ അത്രയും മോശമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയ ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരു തെരുവ് യുദ്ധം പോലെ ഒരു MLA പറയുന്നു, അയാൾക്ക് സ്വർണ്ണക്കടത്തുണ്ട്, അയാൾ ഇതിനെല്ലാം മുഖ്യമന്ത്രിയുടെ ഓശാനം പാടുന്നുണ്ട്, അയാൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞു, CPI ഇയാളെ ഒരു നിമിഷം പോലും ADGP അഡ്മിനിസ്ട്രേഷനായി തുടരാൻ അനുവദിക്കാൻ കഴിയില്ല അജിത് കുമാറിനെ എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ട് 2 ദിവസമാകുന്നു. എന്താ അവസ്ഥ? സത്യം പറഞ്ഞ ഉളുപ്പുണ്ടെങ്കിൽ ഈ മുന്നണി വിട്ട് പിറ്റേ ദിവസം ഇറങ്ങണ്ടേ? നല്ല നേതാക്കന്മാര് എവിടെ പോയിരിക്കുന്നു? കഴിഞ്ഞ ദിവസം LDFന്റെ കമ്മിറ്റി കൂടി അങ്ങോട്ട് വളരെ ആവേശത്തിൽ കയറിപ്പോയ ആളുകൾ തിരിച്ചു വന്ന കോലം നിങ്ങൾ കണ്ടിരുന്നോ? എനിക്കിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പച്ചക്ക് LDFൽ പറഞ്ഞു, സൗകര്യമില്ലാത്തവർ ഇറങ്ങിപ്പോക്കോളാൻ തന്നെ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ പറയാതെ ഒരു കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞാൽ താൻ വിവരം അറിയും എന്ന് പറഞ്ഞെന്നാണ് ഞാൻ AK സെന്ററിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞ കാര്യം. അതിനുശേഷം ശ്രദ്ധിച്ചു നോക്കിയോ, ഗോവിന്ദൻ മാസ്റ്ററെ എല്ലാ പത്രസമ്മേളനങ്ങളും എഴുതി വായിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ ഇതേ PR ടീം തന്നെയാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാസ്റ്ററെ എഴുതി കൊടുത്തത്. എന്തെങ്കിലും ആ എഴുത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞോ? LDF കൺവീനറുണ്ട്. LDF കൺവീനറെ എനിക്ക് അദ്ദേഹത്തിന് പത്രസമ്മേളനം കാണുമ്പോൾ ചിരി വരും. അദ്ദേഹം പറയുന്നത്, എന്തു പറഞ്ഞാലും നിങ്ങൾക്കെങ്ങനെ പറയാമല്ലോ, എനിക്കിതെല്ലാം അറിയാം. ഇങ്ങനെ അല്ലാതെ ഇദ്ദേഹം അവിടുന്ന് എഴുതിക്കൊണ്ട് വരുന്നതല്ലാത്ത ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആണില്ല. EP ജയരാജൻ സഖാവൊക്കെ നമുക്കറിയാം, കാര്യം ആളുകൾ അദ്ദേഹത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയപരമായ അഭിപ്രായമൊക്കെ പറയായിരുന്നു. അദ്ദേഹം എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ധ്രുവീകരണമുണ്ട്. അത് മുഖ്യമന്ത്രി ഭയപ്പെടുന്നുണ്ട്. അതിനെ വർഗീയപരമായി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ഒരു ശ്രമം. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ ആ ശ്രമം പാളിപ്പോയ കാഴ്ചയാണ് ഇന്ന് നടന്നിട്ടുള്ള നാടകങ്ങളുടെ അടിസ്ഥാനം.